അങ്ങനെ ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് മലേഷ്യയിലെ കൊത്തക്കിനാബാലു എയർപോർട്ടിലാണ് എത്തിയിട്ടുള്ളത്. എയർപോർട്ടിലിറങ്ങി നേരെ ഞങ്ങൾ പോയത് ബോണിയോ കൾച്ചറൽ വില്ലേജിലേക്കാണ്. അവിടെയുള്ള കൾച്ചറൽ ഷോകളൊക്കെ കണ്ട് അവരുടെ കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളും എല്ലാം എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയാണ്. ദ പസഫിക് സുത്തേര എന്ന് പറയുന്ന ഹോട്ടലിലാണ് സബ ടൂറിസം 2 ദിവസത്തെ അക്കോമഡേഷൻ ഞങ്ങൾക്ക് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. മലേഷ്യയിലെ സബ എന്ന് പറയുന്ന റീജിയണിലെ ഒരു സ്ഥലമാണ് കൊത്തക്കിനാബാലു എന്ന് പറയുന്നത്. ആദ്യത്തെ ദിവസം ഞങ്ങൾക്ക് ഡിന്നർ പ്രൊമിനേഡ് ഹോട്ടലിലായിരുന്നു ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. തായിയുടെ പ്രസിഡൻറ്റും സെക്രട്ടറിയും അല്പനേരം ടൂറിസവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. രണ്ടാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ ഐലൻഡ് വിസിറ്റിന് വേണ്ടി പുറപ്പെട്ടു. ഐലൻഡ് വിസിറ്റിന് ആവശ്യമായ സ്പീഡ് ബോട്ടിൻ്റെ ടിക്കറ്റ് എടുത്ത് സ്പീഡ് ബോട്ടിലാണ് ഐലൻഡിലേക്കുള്ള യാത്ര. സ്പീഡ് ബോട്ടിൻ്റെ സ്പീഡ് ഒരു 1.5 സ്പീഡായിരുന്നു കേട്ടോ. ഐലൻഡിലെത്തിയ ഞങ്ങൾ ബീച്ചിലൂടെയൊക്കെ ഒന്ന് കറങ്ങി ഒരു കുളിയും കഴിഞ്ഞ് സ്നോർക്കലിങ്ങും ചെയ്താണ് അവിടുന്ന് മടങ്ങിയത്. സ്നോർക്കലിംഗ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൽ നിന്നും നൽകിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങി. അന്നത്തെ ദിവസത്തെ ലഞ്ച് ഞങ്ങൾക്ക് ഹോട്ടൽ ഹിൽട്ടണിൽ വെച്ചായിരുന്നു. അവരുടെ പ്രോപ്പർട്ടിയൊക്കെ കണ്ട് അവരുടെ സ്വീകരണവും കാര്യങ്ങളും കഴിഞ്ഞ ശേഷം പിന്നീട് ഞങ്ങൾ സിറ്റി ടൂറിന് വേണ്ടി പുറപ്പെട്ടു. സിറ്റി ടൂർ കഴിഞ്ഞ് ഷോപ്പിങ്ങും കഴിഞ്ഞ് അന്നത്തെ ദിവസം ഹോട്ടലിൽ തിരിച്ചെത്തി. മൂന്നാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ ഹോട്ടൽ ചെക്കൗട്ട് ചെയ്ത് നേരെ കൊത്തക്കിനാബാലു എയർപോർട്ടിലേക്കുള്ള വഴിയാണ്. ഇനി 2 ദിവസം കൊലാലംപൂരിലാണ് പ്രോഗ്രാം. അങ്ങനെ ഞങ്ങൾ കൊലാലംപൂർ എയർപോർട്ടിൽ ഇറങ്ങിയതും ഞങ്ങളെ കാത്ത് ഡ്രൈവറും ഗൈഡും അവിടെ വെയിറ്റിങ്ങിലുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഗൈഡ്. എയർപോർട്ടിൽ നിന്നിറങ്ങി ലഞ്ച് കഴിച്ച് നേരെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോകുന്ന വഴി ബാറ്റു കേവ് വിസിറ്റ് ചെയ്തു. രാത്രി 9 മണിയായപ്പോഴേക്ക് ഞങ്ങൾ ഗെൻഡിങ്ങിലുള്ള വിന്തം മജസ്റ്റിക് ഹോട്ടലിൽ എത്തി. ഡിന്നർ കഴിച്ച് അന്നത്തെ ദിവസം ഗെൻഡിങ്ങിലെ വിന്തം അയൺ മജസ്റ്റിക് ഹോട്ടലിൽ താമസിച്ചു. ഹോട്ടലിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണിത്. മലമുകളിൽ നിൽക്കുന്ന ഹോട്ടലായതുകൊണ്ട് തന്നെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു താഴേക്ക്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് ഗെൻഡിങ് ഹൈലൻഡിലെ സ്കൈ വേൾഡിലേക്കാണ്. ഗെൻഡിങ്ങിലെത്തി അവിടെയുള്ള തീം പാർക്ക് ഒക്കെ വിസിറ്റ് ചെയ്ത് റൈഡുകളുടെയൊക്കെ ഇൻസ്പെക്ഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവിടുന്ന് ലഞ്ചും കഴിച്ച് ഒരു ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത് കേബിൾ കാർ വഴിയാണ് ഞങ്ങൾ ഗെൻഡിങ്ങിൽ നിന്നും മടങ്ങിയത്. അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് കൊലാലംപൂർ സിറ്റിയിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ കൊലാലംപൂർ സിറ്റിയിലെ ബർജിയ ടൈം സ്ക്വയറിൽ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് അന്ന് വൈകുന്നേരം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ട്രാവൽ ഏജൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ കേരള ചാപ്റ്ററിന് വേണ്ടി ഈ ഒരു ട്രിപ്പ് സംഘടിപ്പിക്കാൻ സഹകരിച്ചിട്ടുള്ളത് മിറ്റ, മലേഷ്യൻ ഇന്ത്യൻ ടൂർ ആൻഡ് ട്രാവൽ അസോസിയേഷൻ, ടൂറിസം മലേഷ്യ, മലേഷ്യൻ എയർലൈൻസ്, സബ ടൂറിസം, ബോണിയോ, ലേ മെറിഡിയൻ, സുത്തേര ഹാർബർ, ഹിൽട്ടൺ, പ്രൊമിനേഡ്, ടൂർലാൻഡ്, റിസോർട്ട് വേൾഡ്, വിന്തം, ബർജയ, മിഡ്വേയ്സ്, സാഗർ, ജയ്പൂർ മഹൽ തുടങ്ങിയ അസോസിയേഷനുകളും ഹോട്ടലുകളും സംഘടനകളും സംയുക്തമായാണ് ഇങ്ങനെയൊരു ടൂറിസം പ്രോഗ്രാം കൊലാലംപൂരിൽ വെച്ച് സംഘടിപ്പിച്ചിരുന്നത്. അങ്ങനെ ലാസ്റ്റ് ഡേ ഞങ്ങൾക്ക് ലഞ്ച് ഐബിസ് ഹോട്ടലിൽ വെച്ചായിരുന്നു. ഐബിസ് ഹോട്ടലിലെ ലഞ്ചും കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ ട്വിൻ ടവറിലേക്ക് പുറപ്പെട്ടു. ട്വിൻ ടവർ വിസിറ്റിന് ശേഷം അല്പം ഷോപ്പിങ്ങും കഴിഞ്ഞ് KLCC അക്വേറിയവും കണ്ട് എയർപോർട്ടിലേക്ക് പോകുന്ന വഴി പാലസും വിസിറ്റ് ചെയ്ത് ഇതോടുകൂടെ ഞങ്ങളുടെ മലേഷ്യൻ ട്രിപ്പ് ഇവിടെ അവസാനിച്ചു.